അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ പൂർത്തിയായി. 121 ആചാര്യന്മാർ ചേർന്ന് രാംലല്ല വിഗ്രഹം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. കാശിയിൽ നിന്നുള്ള ലക്ഷ്മികാന്ത് ദീക്ഷിതായിരുന്നു മുഖ്യ പുരോഹിതൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. വിധിപ്രകാരമുള്ള പൂജകൾ പൂർത്തിയാക്കി ശ്രീകോവിലിൽ സ്ഥാപിച്ചിട്ടുള്ള രാംലല്ല വിഗ്രഹത്തിന്റെ കണ്ണിലെ കെട്ട് പ്രധാനമന്ത്രിയാണ് അഴിച്ചത്. ഇതോടെയാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് പൂർത്തിയായത്. ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി രാംലല്ലയിൽ പൂജകൾ നടത്തി. ശ്രീരാമ ഭഗവാനായി പട്ടും കുടയുമായാണ് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം RSS സർസംഘചാലക് മോഹൻ ഭാഗവത്, UP ഗവർണർ ആനന്ദിബെൻ പാട്ടേൽ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവരും പൂജാ ചടങ്ങിൽ പങ്കെടുത്തു. പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ സൈനിക ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടിയും നടത്തിയിരുന്നു. നാളെ മുതലാണ് ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്. രാജ്യത്തിന്റെ 24 പ്രദേശങ്ങളിൽ നിന്നായി 24 വാദ്യവിദഗ്ധരാണ് പ്രാണപ്രതിഷ്ഠയുടെ വാദ്യമേളങ്ങൾ ഒരുക്കിയത്. നാദസ്വരവും തകിലും മൃദംഗവും വന്നത് ആന്ധ്രയിൽ നിന്നാണ്. ഘടം കർണാടകയിൽ നിന്നും ഷഹനായി ഡൽഹിയിൽ നിന്നും കൊണ്ടുവന്നു. അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പ്രശസ്ത ഗായകരായ സോനു നിഗവും അനുരാധ പട്വാളും ശങ്കർ മഹാദേവനുമാണ് ഭജനയ്ക്ക് നേതൃത്വം നൽകിയത്. രാഷ്ട്രീയ പ്രമുഖർ, കായിക താരങ്ങൾ, സിനിമാ താരങ്ങൾ, വ്യവസായികൾ എന്നിവരുൾപ്പെടെ 7000 വിശിഷ്ടാതിഥികളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ചടങ്ങിലേക്ക് മുതിർന്ന BJP നേതാവ് LK അദ്വാനിക്ക് ക്ഷണമുണ്ടായിരുന്നുവെങ്കിലും കനത്ത ശൈത്യത്തെ തുടർന്ന് അദ്ദേഹത്തിന് ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളാൽ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് LK അദ്വാനിയോടും മുരളി മനോഹർ ജോഷിയോടും ക്ഷേത്രം ട്രസ്റ്റ് നിർദ്ദേശം നൽകിയിരുന്നു. അയോധ്യയിലേക്ക് രഥയാത്ര നടത്താൻ മുന്നിൽ നിന്ന നേതാക്കളോട് ചടങ്ങിൽ വരരുതെന്ന് പറഞ്ഞത് ഏറെ വിവാദമായി മാറിയിരുന്നു. തുടർന്ന് ഇരു നേതാക്കളെയും വിശ്വ ഹിന്ദു പരിഷത്ത് ഭാരവാഹികൾ വീട്ടിലെത്തി ക്ഷണിച്ചിരുന്നു. രാമജന്മഭൂമിക്കായുള്ള അവകാശത്തിനു വേണ്ടി VHPക്കൊപ്പം മുൻനിരയിലുണ്ടായിരുന്ന നേതാക്കളാണ് ഇരുവരും. ബാബറി മസ്ജിദ് തകർക്കലുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ഇരുവരെയും CBI സ്പെഷ്യൽ കോടതിയാണ് കുറ്റവിമുക്തരാക്കിയത്. 96 വയസ്സായ അദ്വാനി ഇപ്പോൾ വിശ്രമത്തിലാണ്. 90 പിന്നിട്ട MM ജോഷിയും ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലില്ല. അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ക്ഷണിക്കപ്പെട്ട പ്രമുഖർ എത്തിച്ചേർന്നിരുന്നു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ആദ്യം ക്ഷണം ലഭിച്ച കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ ചടങ്ങിനെത്തി. അമിതാഭ് ബച്ചൻ, ചിരഞ്ജീവി, രാം ചരൺ, മാധുരി ദീക്ഷിത്, രജനീകാന്ത്, ധനുഷ്, രൺബീർ കപൂർ, ആയുഷ്മാൻ ഖുറാന, ആലിയ ഭട്ട്, കത്രീന കൈഫ്, രാജ്കുമാർ ഹിറാനി, രോഹിത് ഷെട്ടി, റാം നെന്ന, മഹാവീർ ജെയിൻ, വിക്കി കൗശൽ എന്നീ താരങ്ങളാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെത്തിയത്. അനിൽ കുംബ്ലെ, സൈന നെഹ്വാൾ, മിതാലി രാജ്, അനിൽ അംബാനി, കുമാർ മംഗളം ബിർള തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തെ ഏറ്റവും വലിയ സാംസ്കാരിക പരിപാടി ഇതെന്നായിരുന്നു സംഗീത സംവിധായകൻ ശങ്കർ മഹാദേവന്റെ പ്രതികരണം. അയോധ്യയിലേക്കുള്ള വിശ്വാസികൾക്കൊപ്പമായിരുന്നു അഭിനേതാവ് അനുപം ഖേറിന്റെ വിമാനയാത്ര. ഈ ദിവസങ്ങൾക്കായി വർഷങ്ങളായി കാത്തിരിക്കുന്നു എന്നായിരുന്നു അനുപം ഖേറിന്റെ പ്രതികരണം. രാജ്യം മുഴുവൻ ആഘോഷിക്കുന്ന നിമിഷമെന്നായിരുന്നു ബോളിവുഡ് താരം ഷെഫാലി ഷാരിയുടെ പ്രതികരണം.